ഇനി ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കുട്ടി വേണം. നല്ല ഉമർ ഖാദിയെ പോലെ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പോലെ, CM മടവൂരിനെ പോലെ അവരുടെ ഭാഷയിൽ പറഞ്ഞ നല്ല ഒരു വലിയാകാൻ പറ്റുന്ന കുറച്ച് മക്കളെ എനിക്ക് വേണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർക്കുമുള്ള പരിഹാരമുണ്ട്. ആ പരിഹാരം കേട്ടോളി. വാസ്തവത്തിൽ ഒരു ആണും പെണ്ണും ബന്ധപ്പെടുന്ന സമയം സംസാരിക്കാൻ പാടില്ല എന്നാണ് ചില സൂഫിയാക്കൾ പറയുന്നത്. അവനും ആ പെണ്ണുമായി ബന്ധപ്പെടുമ്പോ അവന്റെ ആ ശുക്ലം ആ പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് പുറപ്പെടുമ്പോ അവൻ ഏതെങ്കിലും ചില മഹാന്മാരെ മനസ്സിലോർത്താൽ, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പോലെയുള്ള, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറത്തോറെ പോലെയുള്ള, അല്ലെങ്കിൽ മടവൂർ ശേഖനെ പോലെയുള്ള, അല്ലെങ്കിൽ വഫാത്തായി കിടക്കുന്ന മഹാന്മാരെ പോലെയുള്ള ഔലിയാക്കളെ, മഹാന്മാരെ നമ്മൾ മനസ്സിൽ ഓർക്കുമ്പോൾ അത് ഓർക്കലോടുകൂടിയാണ് ആ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ശുക്ലം ആ പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് എത്തുന്നതും അണ്ടാശയത്തിൽ അതിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ആത്മാവും ഇദ്ദേഹം ഉദ്ദേശിച്ച മഹാന്റെ ആത്മാവുമായിട്ടൊരു ബന്ധമുണ്ടാവും എന്ന് മഹാന്മാർ സൂചിപ്പിക്കുകയാണ്. റൂഹ് എന്ന് പറയുന്നത് നമ്മള് ഈ പദാർത്ഥ ലോകത്തിന്റെ ഭാഗമല്ല, മലക്കൂത്ത് സമാപത്തിന്റെ ഭാഗമാണല്ലോ. മലക്കൂത്ത് സമാവാത്തിന്റെ ഭാഗമാണ് ആത്മാവെന്ന്. ഒരു മനുഷ്യനാകെ ഹലാലായ ഒരു സുഖം കിട്ടുന്നതാണ് അവന്റെ ലൈംഗിക വിശുദ്ധി, ലൈംഗിക ബന്ധം എന്നൊക്കെ പറഞ്ഞ അതിനയക്കൂല. ആ സമയത്തും അയാൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചിന്തിക്കണം. ആ സമയത്ത് അവസാനം അവന്റെ ആ രതിമൂർച്ചയിൽ നിൽക്കുന്ന വേളയിൽ അവനിങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോ ആ രൂപത്തിലേക്ക് അത് വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാമ്പത്യത്തിന്റെ അദബുകൾ പഠിപ്പിച്ചു. നല്ല സ്വാലിഹീങ്ങളായ സന്താനം വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. നല്ല സ്വാലിഹീങ്ങളായ ഇണകളെ കണ്ടെത്തലാണ് ഒന്നാമത്തെ പണി. നല്ല സ്വാലിഹീങ്ങളായ ഭാര്യയും ഭർത്താവുമായി മാറലാണ്. 2, അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബിശ് ശൈത്താന മാ റസഖ്തനാ. അങ്ങനെ പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചിരിക്കുന്നത്. വേറെ ആരെയെങ്കിലും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യേണ്ടതല്ല എന്നും അതൊന്നും ഒരു പരിഹാരമല്ല എന്നും പഠിപ്പിച്ചിരിക്കുന്ന ഈ വേളയിൽ മനുഷ്യരാലോചിക്കണം. ഇങ്ങനെ എന്തും പറയും, വേദി കിട്ടിയാൽ എന്തും വിളിച്ചു പറയും. ഇത് നമ്മളൊന്ന് ചോദ്യം ചെയ്താൽ പിന്നെ നമ്മൾ മോശക്കാരായി മാറുകയാണ്. ഇനിയും പറയാൻ പറ്റാത്ത വിധേന എന്തെല്ലാമൊക്കെയാണ് ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലതൊന്നും പുറത്തങ്ങാടിയിൽ പ്രദർശിപ്പിക്കാൻ പ്രയാസപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഏതു മേഖലയിലും ചൂഷണമാണ് നടക്കുന്നത്. ആത്മീയ വാണിഭം പൊടിപൊടിക്കുകയാണ്.